ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർവതിയുടെ കയ്യിൽ നിന്നും ഒരു സാധനം മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു സുശീലയും ജാസ്മിനും കൂടി. അതിനുവേണ്ടി ചില തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട്. അരികിലിരിക്കുന്ന വിപിൻ്റെ കയ്യിൽ ഫോൺ ശരിയാക്കുന്നത് എന്ന മട്ടിൽ ഫോൺ കൊടുത്തതിന് ശേഷം പാർവതിയുടെ അരികിലായി ജാസ്മിനും സുശീലയും വന്നിരിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് വിപിൻ്റെ ഇരിക്കുന്ന ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു പാർവതി. ആ തക്കം നോക്കി പാർവതിയുടെ സാരി തുമ്പിൽ കെട്ടിയിട്ടിരുന്ന ആ നാഗരാജാവ് കൊടുത്ത ഗിഫ്റ്റ് പാർവതി അറിയാതെ തന്നെ പാർവതിയുടെ സാരിത്തുമ്പ് അഴിച്ചെടുക്കാമെന്നായിരുന്നു ഇവർ വിചാരിച്ചത്. അങ്ങനെ അതുപോലെ അവർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ആ സാരിത്തുമ്പ് അഴിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് വന്നത് ഒരു നാരങ്ങ. പതിയെ സുശീല ആ നാരങ്ങ താഴെയിട്ടിട്ട് പാർവതിയെ കാണിക്കാൻ എന്ന മട്ടിൽ പാർവതിയോട് പറയുന്നു, പാർവതി ഇതെന്താ ഒരു നാരങ്ങ? അത് കണ്ട് പാർവതി പറയുന്നുണ്ട്, അയ്യോ ഇതെൻ്റെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടതായിരുന്നല്ലോ, ഇതെങ്ങനെയാ ഇവിടെ വന്നത്? അപ്പോൾ വിപിൻ ചോദിക്കുന്നുണ്ട്, സാരിത്തുമ്പിൽ എന്തിനാ ഈ നാരങ്ങ കെട്ടിയിടുന്നതെന്ന്. പെട്ടെന്ന് തന്നെ പാർവതി പറയുന്നുണ്ട്, ഇത് ഉദയനൂരമ്മയുടെ ഒരു പ്രസാദമാണ്. വെള്ളിയാഴ്ച ദിവസം ഒരു നാരങ്ങ ഇതുപോലെ കെട്ടിവെച്ചാൽ ഭർത്താവിന് ഐശ്വര്യം വരുമെന്നാ പറയുന്നത്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ആകെ ചമ്മിയ സുശീലയും ജാസ്മിനും പോകുന്നുണ്ട്. വിപിൻ്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി. വിപിൻ അവർ പോയതിനു ശേഷം പറയുന്നുണ്ട്, രണ്ടാളും എന്തോ ഒരു ദുരുദ്ദേശത്തോടെ ഇവിടേക്ക് വന്നത്. അവരുടെ ലക്ഷ്യം നടക്കാതെ വന്നതിൻ്റെ ഒരു വിഷമം രണ്ടുപേരുടെയും മുഖത്തുണ്ട്. പാർവതി പറയുന്നു, അവരുടെ ലക്ഷ്യമൊക്കെ എനിക്ക് മനസ്സിലായി, അത് നടക്കുകയും ചെയ്തു. സുശീല അപ്പച്ചി സാരിത്തുമ്പിലേക്ക് കെട്ടഴിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അവർക്ക് വേണ്ടത് എൻ്റെ സാരിത്തുമ്പിൽ എന്താണ് കെട്ടിവെച്ചിരിക്കുന്നത് എന്നറിയാനായിരുന്നു. അതറിഞ്ഞു അവർ പോയി, അത്രയേ ഉള്ളൂ. പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടത് ചാവി കോർത്ത ആ കുലുസായിരുന്നു. പക്ഷേ അത് അവരെത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും അത് കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഭദ്രമായിട്ടാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പാർവതി ആലോചിക്കുന്നുണ്ട്. വെറുതെ പാർവതി അവരെ പറ്റിച്ചു വിട്ടതായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും കൂടി സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രതാപൻ ആ ഡോറ് ക്ലോസ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ഇനിയും ജാസ്മിന് വല്ല വീഡിയോ റെക്കോർഡ് ചെയ്യാനും തോന്നിയാലോ. അങ്ങനെ പ്രതാപൻ ഡോറ് ക്ലോസ് ചെയ്യുന്നു. ഈ ജാസ്മിനെ പേടിക്കുന്ന എന്തിനാടാ? വെറുതെ വാതിൽ കുറ്റിയിടേണ്ട ആവശ്യമില്ലെന്നേ. എടാ, അവൾ നമ്മുടെ ആളാന്നേ, അവൾ നമുക്കെതിരെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട്. എന്നിട്ടാണോ നമ്മൾ സംസാരിച്ചത്, അവൾ വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എടാ അത് നമ്മൾക്കിട്ട് പണി തരാനൊന്നും ആയിരിക്കില്ല. അവൾക്കാണെങ്കിൽ വിശാലിന് വിവാഹം കഴിക്കണം, നമ്മളത് നടത്തി കൊടുക്കണം. അത് നടത്തി കിട്ടാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ വീണ്ടും പ്രഭാവതി പറയുന്നുണ്ട്, അവളും വിശാലും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് വൈകിയാൽ ആ വീഡിയോ പുറത്തു വിടും എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താനായിരിക്കുമെന്ന് പ്രഭാവതി പ്രതാപനോട് പറഞ്ഞപ്പോൾ അതിന് തന്നെയായിരിക്കുമോ ചേച്ചിക്ക് അത് ഉറപ്പുണ്ടോ എന്നൊക്കെ പ്രതാപൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ജാസ്മിനെ നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനും നീയും അവളും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാ. ഇതിൽ ഒരാൾ വിചാരിച്ചാൽ മതി ആ തോണിയൊന്ന് മുങ്ങിയാൽ നമ്മൾ 3 പേര് മുങ്ങും. അത് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അതിന് വിട്ട ഒരു പണിക്കും അവൾ നിൽക്കില്ല. മാത്രമല്ല ഈ പ്രഭാവതി ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാമെന്നും പ്രഭാവതി പറയുന്നുണ്ട്. ഓരോ പ്രശ്നം കഴിയുമ്പോഴും ഓരോ പുതിയ പ്രശ്നമാണ് നമ്മൾക്ക് മുമ്പിൽ വരുന്നത്. ഈ സ്വത്തുക്കൾ മുഴുവനും നേടിയെടുക്കാൻ നമ്മൾ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ ക്ഷമ നശിച്ചു തുടങ്ങി. അവൻ്റെ തള്ളെ കൊന്നതുപോലെ അവനെയും കൊന്ന് സ്വത്ത് കൈക്കലാക്കിയാലോ എന്ന് പ്രതാപൻ പറയുന്നുണ്ട്. ഇത്രയും നമ്മൾ ക്ഷമിച്ചില്ലേ പ്രതാപ, ഇനിയും കുറച്ചുകൂടി ക്ഷമിച്ചേ പറ്റൂ. ഇനിയുള്ള നമ്മുടെ ഓരോ കാര്യവും സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ നീയും ഞാനും മഴ എണ്ണേണ്ടി വരും. ശേഖറിനെ കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ ആദ്യം അവനെ അവസാനിപ്പിക്കണം. നീ അവനെ മാത്രം ഒന്ന് കണ്ടെത്ത് എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട്. ഇതേ സമയം ടെൻഷനോടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് പാർവതി. സാരിത്തുമ്പിൽ നിന്നും ആ താക്കോലുള്ള പാദസരം എടുത്ത് ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് പാർവതി. എന്നിട്ട് ഒരു പെട്ടിക്കുള്ളിൽ പാർവതി അത് ഒളിപ്പിച്ചു വെക്കുന്നു. അമ്മേ, ഇതെനിക്ക് കാട്ടിലെ പുറ്റിൽ നിന്നും കിട്ടിയതാണ്. ഗായത്രി അമ്മ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാനത് ഭദ്രമായി ഇവിടെ സൂക്ഷിക്കുകയാണ്. ഗായത്രി അമ്മ പറഞ്ഞതിനനുസരിച്ച് സമയം വരുമ്പോൾ ഞാനിത് ഉപയോഗിക്കും. ഇതിൻ്റെ സുരക്ഷ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അമ്മ ഇത് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ഉദയനൂരമ്മയോട് പറയുകയാണ് പാർവതി. എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നു. ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈ തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പല്ലവി താഴേക്ക് ഇറങ്ങി വരുന്ന ഹോളിലേക്ക്. എന്ത് തന്നെയായാലും ഇന്ന് വിപിൻ സാറിനോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നേ പറ്റൂ. എത്ര പ്രാവശ്യം അതിന് ശ്രമിച്ചതാണ്. അപ്പോഴെല്ലാം ആ ജാസ്മിൻ എവിടുന്നെങ്കിലുമൊക്കെ തടസ്സമായി കയറി വരും. ദൈവമേ, ഇന്ന് ആ ജാസ്മിനെ ഞങ്ങൾക്കിടയിൽ എത്തിപ്പിക്കരുതേ എന്നൊക്കെ ഇങ്ങനെ പല്ലവി ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വിപിനെ അവിടേക്ക് നോക്കുകയാണ് പല്ലവി. എന്നാൽ വിപിനെ അവിടെ കാണുന്നില്ല.
ആ സമയം വിശാൽ അവിടെ ഇരുന്ന് ആവി പിടിക്കായിരുന്നു. അത് വിപിൻ സാറാണെന്നാണ് പല്ലവി വിചാരിക്കുന്നത്. എന്ത് പറ്റി സാറേ, ആവി പിടിക്കുകയാണോ എന്ന് പല്ലവി ചോദിക്കുന്നുണ്ട്. ജലദോഷം ഉണ്ടോ എന്നും ചോദിക്കുന്നു. മൂളുകയാണ് വിശാൽ. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ആവി പിടിക്കാനുള്ളത് ഞാൻ തയ്യാറാക്കി തരുമായിരുന്നല്ലോ. കഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ പല്ലവി വിചാരിക്കുന്നുണ്ട് എന്ന് പല്ലവി അദ്ദേഹത്തോട് പറയുന്നു. എന്നിട്ട് പല്ലവി വിചാരിക്കുന്നു, പറയാമെന്ന കാര്യം എങ്ങനെ പറയും, പറഞ്ഞല്ലേ തീരൂ. പറയാതെ എൻ്റെ മനസ്സ് വിപിൻ സാർ എങ്ങനെ അറിയും, പറയാം. എന്നിട്ട് സാറേ എന്ന് വിളിക്കുന്നു. ഈ വിശാലിനെ ഒന്ന് ആവി പിടിക്കുന്നത് കൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളുന്നുണ്ട് പല്ലവി വിളിക്കുന്നതിനനുസരിച്ച്. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പല്ലവി. എല്ലാത്തിനും ഇങ്ങനെ മൂളുകയാണ് വിശാൽ. എങ്ങനെയാണിത് പറയേണ്ടത് എനിക്കറിയില്ല. ആ സമയം പാർവതിയും അവിടേക്ക് വരുന്നുണ്ട്. കുറച്ച് തുളസിയിലയുമായിട്ടാണ് വരുന്നത്. പല്ലവി പറയുന്നു, എനിക്ക് സാറിനോട് വലിയ ബഹുമാനമാണ്. സാറിന്റെ പെരുമാറ്റവും സ്വഭാവം അതൊക്കെ ഇഷ്ടമാണ്. പല്ലവി തിരിഞ്ഞു നിന്നാണ് ഇത് പറയുന്നത്. പാർവതി അതൊക്കെ കേൾക്കുന്നുണ്ട്. പല്ലവി വീണ്ടും പറയുന്നു, എനിക്ക് സാറിന്റെ സംസാരം അതും ഇഷ്ടമാണ്. പിന്നെ സാറിന്റെ സ്റ്റൈല് അതും ഇഷ്ടമാണ്. ഇനി ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. അങ്ങനെ ഇങ്ങനെ പല്ലവി പറയാൻ തുടങ്ങിയപ്പോൾ പല്ലവി എന്ന് പറഞ്ഞ് പാർവതി അവിടെ എത്തി. വിശാൽ തലയിലെ തുണി മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നു. വിശാലിനെ കണ്ട പല്ലവി ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ ചമ്മി നിൽക്കുകയാണ്. പല്ലവി, നീ എന്താ ഇവിടെ എന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. നീ എന്തൊക്കെയാ ഇവിടെ എന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് വിശാൽ പറയുന്നു. ഇവള് കൊച്ചു കുട്ടിയെ പോലെ എന്തൊക്കെയോ ഇവിടെ നിന്ന് പുലമ്പുമായിരുന്നു. പാർവതി പറയുന്നു, എന്താ നീ പറയാൻ വന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് പല്ലവി പോയി. അവൾക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. ഇത് കേട്ട് വിശാൽ പറയുന്നു, അവൾക്ക് വലിയ പക്വതയൊന്നും വന്നിട്ടില്ലല്ലോ പാർവതി, നീ അത് വിട്ടേക്കേ. ഇപ്പോഴേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇവിടെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അങ്ങനെ പല്ലവിക്ക് പിന്നാലെ പോവുകയാണ് പാർവതി. ഈ സമയം ആരും കാണാതെ ജതിനെ വിളിക്കുകയാണ് ജാസ്മിൻ. ജിതിന്റെ കയ്യിൽ ഒരു കോൺസ്റ്റബിൾ ഫോൺ കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ എന്നെ ആരെങ്കിലും കണ്ടാൽ എൻ്റെ പണി പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൺസ്റ്റബിൾ തൻ്റെ ഫോൺ ജിതിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ജാസ്മിൻ ജിതിനോട് പറയുന്നു, ഏട്ടാ ഇവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയാ. പാർവതി ഇപ്പോൾ പഴയ പാർവതി അല്ല. ആരെന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരുന്ന അവള് ഇപ്പോൾ നാവുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്കിവിടെ പുതിയ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടിയിരിക്കുന്നു. അധികാരോ, എന്ത് അധികാരം എന്ന് ജതിൻ ചോദിക്കുന്നുണ്ട്. അവളിപ്പോൾ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണാണ്. അത് കേട്ട് ജതിൻ ഞെട്ടിയിരിക്കുന്നു. ആരാ അവളെ പിടിച്ച് ചെയർപേഴ്സണൊക്കെ ആക്കിയതെന്ന് ജതിൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു, വിശാൽ തന്നെ, അല്ലാതെ ആര്. ഏട്ടാ പാർവതി ഇപ്പോൾ സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ്. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടില്ല അവളുടെ തീരുമാനം. ഏട്ടാ അവളെ ഇങ്ങനെ വളരാൻ അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് അവളെ അവസാനിപ്പിക്കണം. ജാസ്മിൻ ഇവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് റിസ്ക് ആണ്. ഇത്തരം കാര്യങ്ങൾ ഇതിലൂടെ പറയാൻ പാടില്ല. എന്തായാലും അവളെ നമ്മൾ വെറുതെ വിടില്ല. എന്നെ ഈ അഴിക്കകത്താക്കിയ അവളെ എന്ത് റിസ്ക് എടുത്തും ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. അവിടെ ആരും അറിയാതെ നീ എത്രയും പെട്ടെന്ന് ജയിലിലോട്ട് വാ. ബാക്കി നമുക്ക് ഇവിടെ വെച്ച് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അവർ. എന്നാൽ ഇത് മണിക്കുട്ടൻ ശ്രദ്ധിച്ചിരുന്നു. ഇവൾ ആരോടെ ഇങ്ങനെ രഹസ്യമായി സംസാരിക്കുന്നതെന്ന് മണിക്കുട്ടൻ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പുറത്തുനിന്ന് സുശീല ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. ഈ സമയത്താണ് ജാസ്മിൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുന്നത്. സുശീല അവിടെ കണ്ട ജാസ്മിൻ വിചാരിക്കുന്നു, രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി മുറ്റത്ത് നിപ്പുണ്ടല്ലോ, ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങും. എവിടെ പോണു, എന്തിനു പോന്നു എന്നൊക്കെ. സുശീല തിരിഞ്ഞു നോക്കിയപ്പോൾ ജാസ്മിന് മുന്നിൽ നിൽക്കുന്നു. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് എത്ര നേരമായി കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ലൈൻ പോകുന്നില്ല. നിന്റെ ഫോണൊന്ന് തന്നേ, രവിയേട്ടനെ അത്യാവശ്യമായിട്ട് വിളിക്കണമെന്ന് സുശീല പറയുന്നുണ്ട്. അയ്യോ ആൻറ്റി, ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണ്, അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട്, എടി ഒരു 10 മിനിറ്റ്. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മണിക്കുട്ടൻ അരികിൽ തന്നെയുണ്ട്. പെട്ടെന്ന് സംസാരിച്ച് തരാം എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, 10 മിനിറ്റ് പോയിട്ട് ഒരു 10 സെക്കൻഡ് പോലും കളയാൻ എനിക്കില്ല. അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട്, ഇത്രയ്ക്ക് തിടുക്കപ്പെട്ട് നീ എവിടേക്ക് പോവുകയാണ് സെൻട്രൽ. അത്രയും പറഞ്ഞപ്പോൾ ജാസ്മിൻ ബാക്കി പറയാതിരിക്കാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അത്യാവശ്യമായി കാത്തു നിൽപ്പുണ്ട്. നിന്റെ ഏത് ഫ്രണ്ടെന്ന് സുശീല ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു, എൻ്റെ ഫ്രണ്ടിനെയൊക്കെ ആൻറ്റിക്ക് അറിയോ. ഷെടായിരുന്നല്ല കൂത്ത്. എങ്കിൽ ഞാനും വരാം, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അത് പിന്നീട് എപ്പോഴെങ്കിലും പോയി വാങ്ങിക്കാം, ആളെ വിട്. സെൻട്രൽ ജയിലിൽ വന്നിട്ട് ഇവരെന്ത് പർച്ചേസ് ചെയ്യാനാ എന്ന് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു. സുശീലയ്ക്ക് ടാറ്റയെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എടി കാർ എടുത്തിട്ട് പോയെന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. വളരെ ധൃതിയിലാണ് ജാസ്മിൻ പോകുന്നത്. ഇതെല്ലാം മണിക്കുട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിശാലാണെങ്കിൽ അകത്തിരുന്നിങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഫയലൊക്കെ നോക്കുന്നുണ്ട്. ആ സമയം അതിലൊരു പാദസരം കാണുന്നു. ഒരു ഫോട്ടോയിൽ ഒരു കാലിൽ പാദസരം അണിഞ്ഞ ഒരു ഫോട്ടോയാണ് ആ ഫയലുകൾക്കിടയിൽ നിന്നും വിശാലിന് കിട്ടുന്നത്. അച്ഛൻ അമ്മയ്ക്ക് സമ്മാനിച്ചൊരു കുലുസാണല്ലോ ഇത്.
പെട്ടെന്ന് ആ പാമ്പിൻ പുറ്റിൽ നിന്ന് കിട്ടിയ കുലുസിന്റെ കാര്യവും വിശാൽ ആലോചിക്കുന്നു. ഇതേ കുലുസ് തന്നെയാണ് ആ പാമ്പിൻ പുറ്റിൽ നിന്നും പാർവതിക്ക് ലഭിച്ചത്. ഇതെങ്ങനെയാ പാമ്പിൻ പുറ്റിൽ വന്നു? ഉടൻ തന്നെ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണ് വിശാൽ. ആ കുലുസ് എന്താ അമ്മ ഇതിനർത്ഥം? ഈ കൊലുസാണോ അന്ന് അമ്മ അണിഞ്ഞിരുന്നത്? ഈ കൊലുസാണല്ലോ ആ പാമ്പ് പാർവതിയുടെ മുന്നിൽ കൊണ്ടുവച്ചത് എന്ന് വിശാൽ ഗായത്രിയുടെ ഫോട്ടോയിൽ നോക്കി പറയുന്നു. ആ പാമ്പ് നാഗരാജാവാണെന്ന് പാർവതി പറഞ്ഞപ്പോൾ അത് ഞാൻ വിശ്വസിച്ചില്ല. ഈ ഫോട്ടോയിലെ കുലുസും ആ പുറ്റിൽ നിന്ന് ലഭിച്ച കുലുസും ഒന്ന് തന്നെയാണ്. ഈ കുലുസ് പാർവതിയുടെ കൈ കിട്ടണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നോ? പറയമ്മേ, ഇപ്പോൾ ഞാൻ എല്ലാം വിശ്വസിക്കുന്നു. ഇതിന് പിന്നിലുള്ള രഹസ്യം എന്തായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനുവേണ്ടിയല്ലേ അമ്മ ഈ കുലുസ് പാർവതിയെ ഏൽപ്പിച്ചത്? അമ്മയുടെ ആഗ്രഹം ഈ മകൻ സാധിച്ചു തരും, ഇത് സത്യമാണ്. ആ സമയം പാർവതി എന്തൊക്കെയോ ആലോചിച്ച് പില്ലോ കവറൊക്കെ ഇടുന്നുണ്ട്. പ്രഭാവതിയും പ്രതാപനും അവിടേക്ക് വരുന്നു. പാർവതി എന്നെ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ടുള്ള വരവായിരുന്നു അത്. പാർവതി, നീ ഈ വീട്ടിൽ മനഃപൂർവ്വം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണോ എന്നെ പ്രഭാവതി വിളിച്ചപ്പോൾ പാർവതി പറയുന്നു, അത് അമ്മയെ ഞാൻ എന്നൊക്കെ. അമ്മയോ? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഹോൾ വെച്ച് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. പക്ഷേ കഴിഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലിങ്ങനെ തികട്ടി വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത്. പ്രതാപനും ദേഷ്യത്തോടെ പറയുന്നു, എന്തിനാടി ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ നീ വിശാലിന്റെ ചെവി പോയി പറയുന്നത്? എടി, നിന്റെ കൊതിയുന്നോണയും കാരണമല്ലേ അവൻ ചാടത്തുള്ളി ഞങ്ങളെ വിസ്തരിക്കാൻ വന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങളിങ്ങനെ ഗൂഢാലോചന നടത്തിക്കാരെ നീ ആരോപിച്ചത് എന്നൊക്കെ പ്രഭാവതിയും ചോദിക്കുന്നുണ്ട്. ഒരു കുറ്റവാളികളെ പോലെയല്ലേ വിശാൽ നമ്മളെ ചോദ്യം ചെയ്തത് എന്നെ പ്രതാപന് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എടാ, അവനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും? ഇവളിങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനെന്നല്ല കുടുംബസ്നേഹിയായ ആരും നമ്മളോട് വിരോധം തോന്നും. നീ എന്തിനാടി ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ് ഇളക്കി വിടുന്നത്? പാർവതി പറയുന്നു, പറയാം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ജാസ്മിൻ ആരും കാണാതെ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അത് രഹസ്യമായി സൂക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് വിശാൽ സാറിനോട് പറയണമെന്ന് തോന്നി. ഞാനത് സാറിനോട് പറഞ്ഞു. ജാസ്മിൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് എനിക്കിത് സാറിനോട് പറയാൻ തോന്നിയത്. എന്നിട്ടിപ്പോൾ എന്തായി? ആ വീഡിയോയിൽ നീ കരുതുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എടി, മഞ്ഞ കണ്ണട വെച്ച് തോന്നിയ എല്ലാം മഞ്ഞയുടെ തോന്നൂ. ആദ്യം നീ നിന്റെ മനസ്സിലുള്ള ദുഷിപ്പ് മാറ്റണം. എന്നിട്ട് ഞാനും പ്രതാപനും ഈ കുടുംബത്തെ നശിപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നവരല്ല എന്ന് നീ മനസ്സിലാക്കണം. അതെ, ഞങ്ങൾക്ക് ഈ കുടുംബത്തോടും ഗായത്രി ചേച്ചിയോടും എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ നിനക്ക് ബോധ്യമായി കാണുമല്ലോ എന്നെ പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി വീണ്ടും അഭിനയം തുടങ്ങി. ഗായത്രി ദേവിയെ ഞാൻ എൻ്റെ കൂടെപ്പിറപ്പിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്, വിശാലിനെ എൻ്റെ സ്വന്തം മോനായിട്ടും. അതിനിടയ്ക്ക് കയറി നീ കുറുക്കനാവാൻ നോക്കല്ലേ. ഇനി ഇതുപോലെ എന്തെങ്കിലും നെറുകെട്ട പ്രവൃത്തി നിനക്കെതിരെ നിന്റെ കയ്യിൽ നിന്നും ഉണ്ടായാൽ പാർവതി, പ്രഭാവതിയുടെ തനി സ്വഭാവം നീ അറിയും. അത് കേട്ട് ഒന്നും മിണ്ടാറി നിൽക്കുകയാണ് പാർവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.